നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. രൂഢമൂലമായ സാമൂഹ്യ ചിന്തയെയും പ്രതിബന്ധങ്ങളെയും മുറിച്ചു കടന്ന് മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ച രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയാണ് ഞങ്ങൾ ഇന്ന് JB ജംഗ്ഷനിൽ അതിഥികളായി കൊണ്ടുവരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സായ രഞ്ജുവും ജാൻമണിയും. ഇരുവരെയും നമുക്ക് JB ജംഗ്ഷന്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. രഞ്ജു, ജാൻമണി, നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്, എങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ്. എന്താ കാരണം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുമോ, അതായത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക എനിക്കുണ്ട്. നിങ്ങളുടെ ചില അനുഭാവികൾ ചിലപ്പോൾ എനിക്കെതിരെ വാളെടുക്കുകയോ അല്ലെങ്കിൽ മറിച്ച് തിരിച്ചും അങ്ങനെ ഒരുപാട് സങ്കീർണതകളുണ്ട്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകരോട് പറയാം. പ്രേക്ഷകരോടാണെന്നുണ്ടെങ്കിലും ഈവൻ മീഡിയസിനോടാണെങ്കിലും നമുക്ക് സ്പൂൺ എന്നും ഗ്ലാസ് എന്നും ടീച്ചർ എന്നും ഒക്കെ പറയാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇംഗ്ലീഷ് വാക്കുകളല്ല അതൊക്കെ. എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ എന്ന് ഉച്ചരിക്കാൻ പഠിക്കുന്നില്ല? എവിടെ നിന്നാണ് ഈ ഭിന്നലിംഗം വന്നത്? എവിടെ നിന്നാണ് ഈ മൂന്നാലിംഗം വന്നത്? നിഘണ്ടുവിലെല്ലാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് കാണാൻ പറ്റുന്നില്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അതൊരു ഇംഗ്ലീഷ് അല്ലേ? അതിനൊരു മലയാളം പറഞ്ഞാൽ എന്തുകൊണ്ട് സ്പൂണിന് ഒരു മലയാളം പറയുന്നില്ല? ഓ, അപ്പൊ അത് ഇംഗ്ലീഷ് എന്തിനു സ്പൂണിന് പറയുന്നില്ല, ഗ്ലാസിന് പറയുന്നില്ല? ടീച്ചറെ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്, അധ്യാപിക എന്നല്ലല്ലോ വിളിക്കുന്നത്. അങ്ങനെയാണ് ആണെങ്കിൽ മലയാളത്തിലെ നല്ലൊരു ശതമാനം പദങ്ങളും അറബിക്ക്, പേർഷ്യന്, സംസ്കൃതം, തമിഴ്, അങ്ങനെ ഒരുപാട് ചില വാക്കുകൾ നമ്മൾ അങ്ങനെ ഉച്ചരിച്ച് തന്നെ പഠിപ്പിക്കണം. അപ്പൊ ചില വാക്കുകൾക്ക് മലയാളം വേണമെന്ന് ശഠിക്കേണ്ടതില്ല. അപ്പൊ അങ്ങനെ ഒരു വാക്കാണ് ട്രാൻസ്ജെൻഡർ. അത് ഒരു പക്ഷേ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അതിന്റെ അർത്ഥങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ജാൻമണീനെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ജാൻ എന്ന് വിളിച്ചാൽ മതി. ജാൻ എന്ന് പറഞ്ഞ ജീവൻ. വേറെ ആരെങ്കിലും ജാൻ എന്ന് വിളിക്കുന്നുണ്ടോ ഇപ്പൊ? തൂ മേരെ ജാനേ എന്ന് വിളിക്കുന്നുണ്ടാ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇനി സംഭവിക്കും. ഇനിയും പലരും ജാനെ വിളിക്കുന്നുണ്ടാവും. ഓക്കെ. രഞ്ജു, ജാൻമണി, നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയിൽ പ്രസിദ്ധരായിട്ടുള്ള രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അതും എനിക്ക് മലയാളം പറയാൻ പറ്റില്ല. മേക്കപ്പ് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോകും. മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ എനിക്ക് ഇംഗ്ലീഷേ പറ്റുള്ളൂ. പക്ഷേ ഇതിലേക്കുള്ള വഴി, നിങ്ങളുടെ ഇവിടെ എത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ഒരു സാമൂഹ്യ പ്രതലമെടുക്കുകയാണെങ്കിൽ വലിയ ദുർഗണം പിടിച്ച വഴിയായിരിക്കും അല്ലേ രഞ്ജു? ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് എന്തെല്ലാം ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. അതെ, ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രഞ്ജു നല്ല ചിരിച്ചോണ്ടിരിക്കണേ. അത് എന്റെ അനുഭവത്തിൽ നിന്നാണ്. ചിരിക്കുക എന്നുള്ളതൊരു ചെറിയൊരു ആയുധമാണോ? ശരി, ആയുധമല്ല. എന്നെ ഇങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ചിരിച്ചുകൊണ്ട് കാണാനുള്ളത്. ബട്ട് എന്റെ വിഷമങ്ങള് പബ്ലിക്കിന്റെ മുമ്പില് ഒരുപാട് ടോക്ക് ഷോയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും എന്റെ കഥകൾ പറഞ്ഞ് എനിക്ക് സമയം വേസ്റ്റ് ചെയ്യാൻ, അവരെ കരയിപ്പിക്കാൻ തയ്യാറല്ല. പക്ഷെ ജാൻമണി അങ്ങനെയല്ല. ജാൻമണി യു അണ്ടർസ്റ്റാൻഡ് മലയാളം നന്നായി സംസാരിക്കില്ലേ? ജാൻമണി അസ്സാമിൽ ജനിച്ചിട്ടാണ് കേരളം നമ്മൾ ദത്തെടുത്ത ഒരാളാണ് അല്ലേ? ഇപ്പൊ കേരളം should be your motherland now. Yes, you love Kerala more than Assam. Of course. ഇത് ആസാമികൾ കേൾക്കണ്ട കേട്ടാ? ആസാമിലെ കേൾക്കും. കാരണം ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറയും അയ്യോ എൻ്റെ വീട് എന്നാണ്. ഞാൻ അവിടെ പോവാൻ പറഞ്ഞ മമ്മി ഭയങ്കര ദേഷ്യം വരും. മമ്മി പറയാം നിന്റെ വീട് ഇതല്ല. ഇല്ല ഞാൻ അവരുടെ വീടുണ്ടോ. കേരളമാണ് വീട്. ആസാമിൽ ഇപ്പൊ പോയിട്ട് എത്ര കാലമായി? ഡിസംബറിൽ പോയി ഒരു 4 ദിവസം. ഓക്കെ. അപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അസമില് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ എന്റെ ഒരു അറിവ് പ്രകാരം അസമില് നല്ല പ്രോഗ്രസീവ് ആണോ? ഇതിനേക്കാൾ പ്രോഗ്രസീവ് ആയിരുന്നു. This thing about that they are very open minded, like even Kerala also. I'm not like ഒരു സെക്കൻഡ്, ഒരാൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്. ജാൻമണിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളവും ജാൻമണിയുടെ നാടും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ എങ്ങനെയിരിക്കും? ഇതിൽ ഏതാ ജാൻമണിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നേ? സൂര്യ, നിങ്ങളുടെ അതേ വഴിത്താരയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. JB ജംഗ്ഷന്റെ വേദിയിൽ
സൂര്യയും ശീതളിലെയും ഒക്കെ ഇരുത്തി സംസാരിച്ചത് കണ്ടിരുന്നോ? കണ്ടിരുന്നു. തരാറുന്നുണ്ടായിരുന്നില്ലല്ലോ. നന്നായി സംസാരിച്ചിട്ടില്ല. നന്നായിട്ട് സംസാരിച്ചു. ആ ഒരു ഉറപ്പം മേലല്ലേ വന്നത്. ഓ അത് ശരി. അങ്ങനെ ഒരു ഉറപ്പ് വേണ്ട കേട്ടോ. എനിക്ക് ഫസ്റ്റ് അസാമിൽ ഞാൻ ജനിച്ചു. എനിക്ക് അത് മദർലാൻഡാണ്. പക്ഷേ എനിക്കറിയില്ല, ലൈക്ക് വെൻ ഐ വാസ് ഇൻ ഗുവാഹത്തി ദാറ്റ് ടൈം എനിക്ക് കേരള എവിടെയുണ്ടോ അതോ അറിയില്ല. ഞാനൊരു അസമീസ് മൂവി ഷൂട്ടിംഗ് സോങ് ഷൂട്ട് ഉണ്ടോ അവിടെ എലിപ്പിൽ. അപ്പോൾ കേരള പോകുമ്പോൾ എനിക്ക് പാസ്പോർട്ട് ഇല്ല പറഞ്ഞു. എല്ലാവരും ചിരിച്ച് പറയും, അയ്യോ ജാനു അത് കേരള ഇന്ത്യയുടെ ലാസ്റ്റ് സ്റ്റേറ്റ് ആണ് കന്യാകുമാരി. അങ്ങനെ ഞാൻ പറയും ഓക്കെ ഞാൻ പോവാം. പിന്നെ TM റഫീഖ് ഡൗൺ എബ്രി ചൈന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി ഇൻ വർക്ക്. പിന്നെ പറഞ്ഞ ജാനുവിന് ഇവിടെ വർക്ക് ജോലി ചെയ്യണം. ഞാൻ വിചാരിച്ചു അയ്യേ എന്താണ് ചോദിക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ചു പോയി. ആദ്യം ചായം പൂശിയത് സയൻസി റഫീഖ് രണ്ടനും. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു ഫീൽ ലൈക്ക് ഹോംലി ബിക്കോസ് എനിക്ക് ബോംബെ ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ ചെന്നൈ. ഞാൻ എവിടെയും പോയില്ല, എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഫീലിങ്സ് ഉണ്ട് സേഫ്. പക്ഷേ ഒരു വീട് ഞാൻ എവിടെയും പോകാൻ പറ്റും. പക്ഷേ ബോംബെ ഡൽഹി ചെന്നൈ പറഞ്ഞിട്ട് എനിക്ക് അത് ഫീലിംഗ് ഇല്ല, പേടിയുണ്ടോ. പക്ഷേ ഗുവാഹത്തിലേക്ക് പോയിട്ട് ഞാൻ എവിടെയും പോകാൻ പറ്റും. കൾച്ചർ വൈസ് സൊസൈറ്റി ആൾക്കാരി ഇറ്റ് വിൽ ബി 90% സിമിലാരിറ്റി. 90% സമാനതകളാണ് അസ്സാമും കേരളവും. പക്ഷെ ഇപ്പൊ കേരളത്തോടാണ് സ്നേഹം കൂടുതൽ. എനിക്ക് കേരളം വിട്ടു പോകില്ല. നോ നെവർ. വല്ല മലയാളി സുഹൃത്തിനെ കണ്ടെത്തിയോ? ആരായിരുന്നു പിന്നെ ജാൻ എന്ന് വിളിച്ചിട്ട് പിന്നെ വിട്ടുപോയാണ്? ആരുമില്ല. രഞ്ജു ചുമ്മാ പറഞ്ഞു. രഞ്ജു ഒരിക്കലും നുണ പറയില്ല. രഞ്ജുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, രഞ്ജു എന്തും പറഞ്ഞാലും കള്ളം പറയില്ല എന്നേ കേട്ടത്. അതെല്ലാവരും വിളിക്കും, എല്ലാവരും രഞ്ജു ഇപ്പൊ ഇവിടെ എത്തുന്നൊന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു? ഇല്ല, എൻ്റെ ജീവിതം ആക്സിഡൻ്റലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം SSLC പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം സാധാരണ രീതിയിൽ 15 വയസ്സുള്ള ഒരു കുട്ടി സഹപാഠികളോടൊപ്പം അല്ലെങ്കിൽ വീട്ട് കസിൻസിനോടൊപ്പം കളിക്കാനാണ് സമയം കണ്ടെത്തുന്നത്. എന്നെ സംബന്ധിച്ച് പിറ്റേ ദിവസം SSLC പരീക്ഷ ഇന്ന് കഴിയുന്നു, പിറ്റേ ദിവസം ഞാൻ നേരെ പോകുന്ന ഇഷ്ടികക്കളത്തിലേക്കാണ് ജോലി ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒരിക്കലും ഇന്ന സ്ഥലങ്ങളിലേക്ക് എത്തും എന്നൊരു പോയിന്റ് എനിക്കില്ലായിരുന്നു. ഈവൻ മേക്കപ്പ് മേഖലയാണെങ്കിൽ പോലും ഞാൻ ആരുടെയും കീഴിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല, മേക്കപ്പ് പഠിച്ചിട്ടില്ല, ഒന്നും. എങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ ജീവിതം ഒരു ലോട്ടറിയാണ്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. വലിയ വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, വലിയ കാറ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, വലിയ പൊസിഷൻസുകൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അവാർഡുകൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇതെല്ലാം എങ്ങനെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 100% കറക്റ്റ് ആണ്. രഞ്ജു അങ്ങനെ ഒന്നും രഞ്ജുവിന് ഒരു ആഗ്രഹം കൂടില്ല. പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ രഞ്ജു വെറുതെ മറ്റവർക്ക് കൊടുക്കും. പൈസ കിട്ടും മറ്റവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി ആവശ്യത്തിന്. എന്നെ സംബന്ധിച്ച് എൻ്റെ നിത്യകാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ എൻ്റെ കുടുംബം, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കുടുംബം തന്നെയാണ്. എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികൾ, ഇവരെല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരാൾ വരുന്നുണ്ട്, ആരാ നോക്കട്ടെ. ഹായ് ജാനു, രഞ്ജു. രഞ്ജുവും ജാനുവും ആയിരിക്കും എന്നെ കൂടുതലും ഫോട്ടോഷൂട്ട്സിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് 2 മേക്കപ്പ് ആർട്ടിസ്റ്റ്. എൻ്റെ ആദ്യത്തെ ഒരു ജൂവലറി ആഡ് എന്ന് വേണമെങ്കിൽ പറയാം. വനിത കവർ ഗേളിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു വലിയൊരു അസൈൻമെൻ്റ് ആയിരുന്നു അതാണ് എന്നെ ഒടുവിൽ പിസാസ് ചെയ്യാൻ മിഷ്കിൻ സാറിൻ്റെ അടുക്കൽ എത്തിച്ചത്. ആ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു, ആ ജൂവലറി ഫോട്ടോസ്. അതിനെന്നെ മേക്കപ്പ് ചെയ്തത് ജാനു ആണ്. എൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മാഗസീൻ കവേഴ്സ് ഉണ്ട്, വെരി പോപ്പുലർ അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിച്ച കുറച്ച് മാഗസീൻ കവേഴ്സിനും മേക്കപ്പ് ചെയ്തിട്ടുള്ളത് രഞ്ജു ആണ്. 2 പേരുടെയും മേക്കപ്പിൽ ഞാൻ കുറേ കൂടെ സുന്ദരിയായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളതും. ഇത് ഞാൻ പേഴ്സണലായിട്ട് രഞ്ജുവിനോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. രഞ്ജു അപ്പോൾ ഒരു കിഡിലൻ ആൻസർ റിപ്ലൈ എനിക്ക് തരുകയും ചെയ്തു. പക്ഷേ എനിക്ക് മാത്രം തന്നിട്ടുള്ള ആ റിപ്ലൈ ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒന്ന് പറയണം എന്ന് ആണ് എൻ്റെ റിക്വസ്റ്റ്. ആൻഡ് ദിസ് ഇറ്റ്സെൽഫ് ഇസ് മൈ ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു സിറ്റിംഗ് ദെയർ.
ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ ഈ പ്രൊഫഷണൽ ലൈഫ്, ഈ പ്രൊഫഷണൽ ഇത് മുൻപോട്ട് ശക്തമായി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതിലൊരു സർവൈവലിൻ്റെ ടാക്റ്റിക് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു വിജയം നേടിയെടുക്കുന്നത്? പ്ലീസ്. പ്രയാഗ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. പ്രയാഗ ചോദിച്ച ഒരു ചോദ്യം വളരെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഒന്നും നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ടല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഭാവിയിൽ ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഇടയിൽ നിന്നൊരു കളക്ടർ ഉണ്ടാകും. ഡെഫിനറ്റ്ലി ഒരു കളക്ടർ ഉണ്ടാവും, ഒരു മിനിസ്റ്റർ ഉണ്ടാവും, ഒരു പോലീസ് കമ്മീഷണർ ഓഫീസർ ഉണ്ടാവും. അത് അധിക ദൂരമല്ല. അപ്പൊ ഒരു പത്രക്കാരനും വേണ്ടേ? അല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഐ എം വെരി ഫ്രാങ്ക് ടു ബി വെരി ഓപ്പൺ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു നല്ല ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ആ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ കുതിക്കും. ഉരുണ്ട ഭൂമിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, പുസ്തകത്താളുകളിൽ പഠിച്ചിരിക്കുന്ന ഉരുണ്ട ഭൂമി ഉരുണ്ടതാണ്. നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് സ്കൂളിൽ ഒരു വലിയൊരു ഗോളം കൊണ്ടുവച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ എത്ര പേര് ഉരുണ്ട ഭൂമി കണ്ടിട്ടുണ്ട്? കാഴ്ചപ്പാടിൽ പരന്നു കിടക്കുകയാണ് അല്ലേ? ഇവിടെ നമുക്ക് തുറന്ന കണ്ണോടുകൂടി സഞ്ചരിക്കാം. രഞ്ജുന് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥ വലിയൊരു ഊർജം നൽകുന്നു. ഓഫ് കോഴ്സ്, വലിയൊരു ധൈര്യമാണ്. ധൈര്യം എന്നല്ല, എന്താ പറയാ, നമുക്ക് 100 മീറ്റർ ഓടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് 500 മീറ്റർ ഓടാനുള്ള ഒരു ഊർജം തരും. നോക്കട്ടെ. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജോലിയല്ല, ഞങ്ങളെ ഈ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ സർക്കാരും കൊച്ചിൻ മെട്രോയുടെ MD ആയ ഏലിയാസ് ജോസ് സാറും പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറായ ദിനേശ് സാറും ഇവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ സാധ്യമായത്. ഞങ്ങൾക്ക് സ്ഥിരമായൊരു ജോലി ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ മുഖ്യധാരയിൽ ഞങ്ങൾക്കും കഴിവുണ്ട്, ഞങ്ങളിലും കഴിവുള്ളവരാണ്, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങള് പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് കൊച്ചി മെട്രോ എന്നുള്ള കേരളത്തിന്റെ അഭിമാന പദ്ധതിയിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. അത് ഒരു പരിധി വരെ അത് ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. ആ ജോലി ഫൈറ്റ് ചെയ്യാതെ ലോകത്തൊന്നും നടക്കില്ല. അതെ, അതാണ് പറഞ്ഞത്, ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ആ ഫൈറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് കിട്ടണമല്ലോ, ചുമ്മാ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ജാൻമണിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? നന്നായിട്ട് മലയാളം, ശരിക്കും മലയാളമാണ്. ഞങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ മലയാളം പറയുന്നത്. ഞാൻ ഇവളെ പഠിപ്പിക്കാൻ നോക്കും, എടി അത് ഇങ്ങനെ, എടി ഇത് ഇങ്ങനെ. ഇപ്പൊ തന്നെ പറയും നിന്നും കൊണ്ട് ഞാൻ പറയാം അത് അങ്ങനെ. വിളിച്ചേ എടി? അത് അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല ആദ്യം. അങ്ങനെ എടിയെന്നല്ല, ഒരു സുഹൃത്തിനെ എടി പോടി എന്നല്ലേ വിളിക്കേണ്ടത്. എടാതും വിളിക്കാൻ വേണേ. ചില ആൾക്കാർ പെൺകുട്ടികൾ ഇടാതാണല്ലോ. ഓക്കെ, അത് സ്നേഹ കൂടുതലുണ്ട്. എടാ എന്നെ വിളിക്കാറുണ്ട്, രഞ്ജിനി വിളിക്കാറുണ്ട്, ചിലപ്പം മമത വിളിക്കാറുണ്ട്. എടാ അതെന്താ, അത് സ്നേഹം, അത് പെണ്ണ് എന്നുള്ള കൺസെപ്റ്റ്. വേറൊരാൾ എടാന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടില്ല. അല്ല, ഒരു പുരുഷൻ വന്നിട്ട് എടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, വിധം മാറും. ജർമ്മണി തീവ്രവാദിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം രഞ്ജു എത്ര ബോൾ എത്ര കാലം വരെ ബോയ് ആയിട്ട് ജീവിച്ചു? എൻ്റെ ഫാമിലി, എൻ്റെ ഫുൾ ഫാമിലി. കാരണം എനിക്ക് ഞാൻ ഒരു 10-12 സ്റ്റാൻഡേർഡ് ആയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ഇല്ല. കാരണം ഞാൻ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികള്, കാരണം എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് എൻ്റെ അങ്കിൾ. ആരും ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ നേരത്തെ പോയിട്ട് പറയാം. പിന്നെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മമ്മി സ്കൂളിലേക്ക് പോകാൻ ടൈമിലേക്ക് മമ്മി നോക്കണം. ഓക്കെ, സ്കൂൾ ഗേറ്റ് ക്ലോസ് ആയി മമ്മി ഉള്ളിലേക്ക് വരും. സ്കൂൾ ബെയിൽ കേൾക്കണ്ടേ മമ്മി ഔട്ട്സൈഡിലേക്ക് വരും. മമ്മിക്ക് ആരും വീട്ടിലേക്ക് വരും. ഇവരെന്നെ ഒരു ടേൺ ചെയ്യുന്നത് പറഞ്ഞ് മമ്മി ചോദിക്കും, എന്താണ് നീ എവിടെ ടേൺ ചെയ്യുന്നത് പറഞ്ഞു. നേരത്തെ വരാൻ പറ്റും. എൻ്റെ ബ്രദർ, പിന്നെ രണ്ട് ആൻറ്റി സ്കൂൾ ടീച്ചറാണ്. സോ എനിക്ക് അത് ഒരു ഫാമിലി
എപ്പോഴാണ് ജാൻമണി ഒരു അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് അതായത് ഒരു ആൺകുട്ടിയായിട്ടാണ് ജനിച്ചതെങ്കിൽ പോലും ഇൻവെർട്ടർ കോമയിലാട്ടോ, പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഭാവതലങ്ങളാണ് എന്നിലുണ്ട് എന്നുള്ളത് എപ്പോഴാണ് ജാനിന് മനസ്സിലായത്? അത് മനസ്സിലായി മീൻസ് എനിക്ക് അങ്ങനെ ഇവിടെ വിചാരിച്ചിട്ടില്ല ഞാൻ ലൈക്ക് വേറെയാണ് ഞാൻ അങ്ങനെ ഇത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും ചെറിയ വേഷത്തിൽ ഞാൻ എനിക്ക് ബോയ്സ് അങ്ങനെ ഇഷ്ടമില്ല, എൻ്റെ മമ്മിക്ക് അത് ഇഷ്ടമില്ല. ഈ ബോയ്സ് സ്കൂളിൻ്റെ ക്ലാസ്മേറ്റ് അങ്ങനെ വരണില്ല. മമ്മി പറയും നീ പൊക്കോ ഉള്ളിലേക്ക് ഒരു ചായ മേടിച്ചിട്ട് വാ. മമ്മി ചോദിക്കും എന്താ വേണം. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഗേൾസ് എൻ്റെ മമ്മി പറയും ഓക്കെ പൊക്കോ ഞാനും വീട്ടിലുണ്ടോ. അങ്ങനെ എന്റെ അനുഭവം ഇങ്ങനെ തന്നെയാണ്. ഞാൻ 5ാമത്തെ വയസ്സിൽ 5 വയസ്സിൽ തന്നെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. 5 വയസ്സെന്ന് പറയുമ്പോൾ ഓർക്കണമല്ലോ, അന്നത്തെ കാലഘട്ടത്തിൽ 1ാം സ്റ്റാൻഡേർഡിൽ ചേർക്കുന്ന സമയം. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ പെൺകുട്ടിയാണ്, എനിക്ക് പെൺകുട്ടിയുടെ ഡ്രസ്സ് വേണം, ഫ്രോക്ക് വേണം, അല്ലെങ്കിൽ പാവാട ബ്ലൗസ് വേണം. അപ്പം വീട്ടുകാരെല്ലാവരും അന്തപ്പെട്ടു, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? കുഞ്ഞുനാളിലെ ഒരുക്കും ആ ഒരു ഇതാണല്ലോ, കുട്ടികളെ കണ്ണെഴുതും പുരുകെഴുതും ആ ഒരു ഇതായിട്ട് കണ്ടു. പക്ഷേ 5 വയസ്സായി സ്കൂളിൽ ചേർത്തു. 5ാം ക്ലാസ് വരെ കണ്ണെല്ലാം ഒരുങ്ങി സ്കൂളിൽ വിട്ടില്ലെങ്കിൽ അന്ന് സ്കൂളിൽ പോവില്ല. എനിക്ക് സ്കൂളിൽ നിന്ന് യാതൊരു വിധത്തിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു 7-8 ക്ലാസ് എത്തുമ്പോഴേക്കും പ്രശ്നം ആരംഭിച്ചില്ല. 10th സ്റ്റാൻഡേർഡിലായപ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് ഹറാസ്മെന്റ് അല്ല, ദെൻ കളിയാക്കൽ. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ ഞങ്ങളോട് ക്രിക്കറ്റ് കളിക്കുന്നില്ല, നീ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വരുന്നില്ല, ഫുൾ ടൈം പെൺകുട്ടികളുടെ ചക്ക് കളിക്കുന്നു, കല്ല് കളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മുടി മെടഞ്ഞു കൊടുക്കുന്നു, ഈ കാര്യങ്ങളല്ല. പിന്നെ അന്നും ഇന്നും നാണം എന്നൊരു ഭാഗം എന്നെ തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് എവിടെ കയറി ചെല്ലാൻ ഒരു മടിയില്ല. പക്ഷേ രഞ്ജു, നമ്മുടെ സമൂഹം വളരെ പുരോഗമന സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ചില വിഭാഗങ്ങളിൽ ഒരു അവേർഷൻ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. നിങ്ങളെയൊക്കെ പല പേരിട്ട് വിളിക്കാറുണ്ട്. സത്യം, ആ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ അർത്ഥം അവർ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോൺ ബ്രിട്ട സാറ്, മഹാനായ ഒരു സാറ്, ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ. ഇപ്പൊ സാറ് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, ഒരു ശതമാനമെങ്കിലും ഇൻസൈഡ് ഓഫ് മൈൻഡിൽ ഇവരല്ല ഇത് എന്താ ഇങ്ങനെ എന്നൊരു നിമിഷം ചിന്തിക്കുക. അത് ഹ്യൂമൻ തിങ്സ് ആണ്, ഇല്ലേ? ബട്ട് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. തീർച്ചയായിട്ടും. അതായത് ഞാൻ തന്നെ ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു രഞ്ജു. ആ ചോദ്യങ്ങളൊന്നും എൻ്റെ ചോദ്യങ്ങളായിരുന്നില്ല. അതിന്റെ കാരണത്തിൽ സാധാരണ ഇവരെ പോലുള്ള ആൾക്കാർ, പൊതുസമൂഹത്തിൽ ഉള്ള ആൾക്കാർ, ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ പല കൗതുകങ്ങളുണ്ട്. അതെ, അല്ല ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ്, സാർ, ഇവിടുത്തെ ക്രൂ എല്ലാവരും, ഞങ്ങൾ ഒരു വിഭാഗം അഭിനയിക്കുവാണ്, ഇങ്ങനെ ഒന്നും ഇല്ല, ഇവരുടെ എന്തൊക്കെ കാര്യസാധനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടക്കുവാണ്, അതൊക്കെ ചുമ്മാതാണ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയോട് ഞങ്ങൾ ചോദിക്കുവാണ്, നിങ്ങളിൽ ഒരു പെൺകുട്ടീനെ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ തയ്യാറാകുമോ? തയ്യാറായാൽ അവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, അവർക്ക് ഫിസിക്കലി യാതൊരു വിധത്തിൽ അപ്രോച്ച് ഉണ്ടാവില്ല. അവർ ഞങ്ങളൊരു നല്ല സുഹൃത്തായിരിക്കും, നല്ല സഹോദരിയായിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല അവിടെ. ഇതിന് ഒരു പുരുഷന് എത്ര ദിവസം ഒരു സ്ത്രീയുടെ ബ്രേസ്ലെറ്റ് ഇട്ട് നടക്കാൻ പറ്റും? എത്ര ദിവസം നെയിൽ പോളിഷ് ഇട്ട് നടക്കാൻ പറ്റും? എത്ര ദിവസം ലിപ്സ്റ്റിക് ഇട്ട് നടക്കാൻ പറ്റും? ഇവൻ അവന്റെ റൂമിൽ മാത്രം, അല്ലെങ്കിൽ ആ വീടിന് ചുറ്റളവിൽ മാത്രം. പക്ഷെ രഞ്ജു, ഉത്തരേന്ത്യയിലൊക്കെ പലരെ നിർബന്ധിച്ച് ഇങ്ങനെ ഈ രീതിയിലൊക്കെ നടത്തിക്കുന്നതിന് ഒരിക്കലുമില്ല, നിർബന്ധം എന്നുള്ള രീതിയില്ല. ഇതിനകത്തൊരു ഫോഴ്സ് മാരേജ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഫോഴ്സ് മാരേജ് എന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ മരിക്കും, അച്ഛൻ മരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യും. ഇപ്പം ഞാൻ ഉൾപ്പെടെ കുടുംബത്തിന് മുൻതൂക്കം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കാര്യങ്ങൾ പറയാനും അവർക്ക് അതിൻ്റെ അവയർനെസ് കിട്ടാനും ഉള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കണം സ്റ്റാർട്ടിങ്ങിൽ. അല്ല എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് മാരേജിലേക്ക് ചെന്നപ്പെടുമ്പോൾ അവിടെ നമ്മൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നത്. ജന്മണി, അതായത് പിന്നെ കേരളത്തിലേക്കുള്ള വരവ് എനിക്ക് തോന്നുന്നു, പിന്നെ രഞ്ജു എന്ത് പറഞ്ഞാലും ജാനിന് ഇപ്പോൾ കേരളം വിട്ടുപോകാനൊരു താല്പര്യമില്ല. അത് കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യമാണോ, സുഹൃത്തുക്കളാണോ, വേറെ വല്ലവരുമാണോ നമുക്കറിയില്ല. അതൊന്നും പുറത്ത് പറയുന്നില്ല. വളരെ ഒരു സ്റ്റഡീഡ് സൈലൻസ് ആണ്. എന്തായാലും ഈ രണ്ടുപേരും ഒരു പക്ഷേ ജാൻമണിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും. നോക്കട്ടെ. ജാനുവിനെ പരിചയം എൻ്റെ മകൻ ജാനുവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതലാണ്. അത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഫാമിലി അംഗത്തെ പോലെയാണ് ജാനു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ജാനിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്.
സ്വന്തം മകളല്ലെങ്കിലും ഞങ്ങളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കാണുന്നത് എന്തുകൊണ്ട്? ജാൻമണി 2 മലയാളികൾ, പക്ഷെ അവർ പറയുമ്പോൾ സ്വന്തം മകളോട് സംസാരിക്കുന്ന രീതിയിലാണ്. ആരാണ് ഇവർ? എങ്ങനെ ജാൻമണിയുടെ ജീവിതത്തിലേക്ക് ഇവർ വന്നു? എൻ്റെ ഒരു ഫ്രണ്ട് മമ്മി പപ്പ ആണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമിലേക്ക് എനിക്ക് ആരുമില്ല. ഞാൻ എൻ്റെ ബ്രദർ മാത്രം താമസിക്കുന്നത്. എല്ലാവരും ഒക്കെ മമ്മി സെയിം ആണ്. കാരണം എൻ്റെ മമ്മി എനിക്ക് എത്ര സ്നേഹിക്കും, ആ മമ്മിയുടെ മകൾക്ക് എങ്ങനെ സ്നേഹിക്കും. പിന്നെ ഞാൻ മമ്മി എങ്ങനെ സ്നേഹിച്ച് എനിക്ക് ഒരു എൻ്റെ മമ്മി പപ്പയുടെ പോലെ എനിക്കൊരു സേഫ്റ്റി. എനിക്ക് വിഷമം ടൈമിലേക്ക് ഞാൻ വിളിക്കാം മമ്മി, ഞാൻ കാണില്ല മമ്മി പെട്ടെന്ന് പറയും എന്താ ജാനു. പിന്നെ ആജിഷ ഭാബി, പിന്നെ വഫ്ന ദീദി, ഭയ്യ, പാപ്പ ലൈക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരു ഫാമിലി ഫീലിംഗ് ആണ്. എൻ്റെ മമ്മി പാപ്പ ബാബിനൊക്കെ പറഞ്ഞ് അയ്യോ ജാനുക്ക് ഒറ്റയ്ക്ക് ആക്കിയില്ല. അത് ഇപ്പോഴും ബാബി ലൈക്ക് പാപ്പ കുടുംബം പോലെയാണ് ഇപ്പോൾ. ഒരു ഫാമിലിയുടെ പോലെ. കാരണം ഞാൻ ആ വീട്ടിലേക്ക് കുറേ ടൈം ജീവിച്ചു. പിന്നെ ഇപ്പോഴും മമ്മി ലൈക്ക് ജാനു എവിടെയാണ് നീ, ഞാൻ വീട്ടിലുണ്ടോ, ഒറ്റയ്ക്കുണ്ടോ, ഞാൻ ഇപ്പോൾ വരും, വാ ഇവിടെ വാ, എനിക്ക് മൂടില്ല. മമ്മി പപ്പ പറയും. എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ കാര്യം, മമ്മി എനിക്ക് ഒരു സാരി തന്നെ, അത് മമ്മിയുടെ വെഡിങ് സാരിയാണ്. ഞാൻ ഒരു ദിവസം ചോദിച്ചു അയ്യോ എനിക്ക് സാരി ഇല്ല. മമ്മി പറഞ്ഞു എൻ്റെ കയ്യിലേക്ക് വന്ന എൻ്റെ വെഡിങ് സാരിയാണ്, ജാനുക്ക് വേണം നോക്കിയിട്ട്. ഞാൻ ആ സാരി 35 years maybe it's old and this is the sari and she has given me, but I feel that because my mother എൻ്റെ മമ്മി എനിക്ക് അത് തരില്ല, ഇടി കിട്ടും. പക്ഷെ ആ മമ്മിക്ക് എത്ര വിശ്വാസം ഉണ്ടോ എൻ്റെ സാധനം ജാനു നന്നായിട്ട് ലൈക്ക് കെയർ ചെയ്യണം. അതാ വിശ്വാസം മാത്രം ഒരു മമ്മിക്ക് മാത്രമുള്ളൂ. ജാൻമണി എപ്പോഴാണ് സാരി കൊടുത്തു തുടങ്ങിയത്? ഞാൻ ചെറിയ വയസ്സിൽ എൻ്റെ മമ്മി എൻ്റെ ഗ്രാൻഡ്മ ആക്ച്വലി എനിക്ക് പഠിപ്പിച്ച്. മമ്മി തരയില്ലെങ്കിൽ, കാരണം ഞാൻ സാരിയിൽ തന്നെ എനിക്ക് താരയിലേക്ക് എല്ലാം പോവും. മമ്മിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതാ എനിക്ക് കുറേ മമ്മിയുടെ ഡ്രസ് ഉണ്ട്, ബ്രാൻഡ് ന്യൂ ആണ്. പാപ്പ തന്നിട്ട് ഞാൻ എടുക്കുന്നത് ഡാൻസ് ചെയ്യുന്ന പോവും. പക്ഷെ അത് ചീത്തായി പോവും, മമ്മി എടുക്കുന്നില്ല. ഭയങ്കര വിഷമം. ഇപ്പോഴും ഞാൻ എടുക്കില്ല അങ്ങനെ പറയും. അതെൻ്റെ മമ്മി സ്നേഹമുണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ മമ്മി എനിക്ക് അതാ തന്നില്ല. പക്ഷെ വിശ്വാസം അതാ ഹസീന മമ്മിക്ക് അത് മുസ്ലിമാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഫീൽ ആവില്ല അതാ ഹിന്ദു, ഞാൻ ഹിന്ദു, അവന് മുസ്ലിം. പക്ഷെ എനിക്ക് ഭയങ്കര നന്ദി, കാരണം ബാബി എനിക്ക് ഒരു നല്ല ഫാമിലി, ഒരു ഫാമിലിയുടെ പോലെ. കേരളത്തിലൊരു സുരക്ഷിത താവളമാണ് അവര്. കുടുംബത്തിലെ അംഗങ്ങള്, അച്ഛൻ, അമ്മയൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം? അമ്മയൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ല? ഒരിക്കലുമില്ല. ഈ അടുത്ത് എൻ്റെ ഒരു ഷോ കണ്ടിട്ട് TV കണ്ടിട്ട് അമ്മ കരയുമായിരുന്നു. കാരണം അത് അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ കൂട്ടത്തിലുള്ള കുറെ പേരെ രക്ഷിക്കാൻ അതിന് പറ്റുന്നല്ലോ. പക്ഷേ രഞ്ജു, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു നിലയിലെത്തി. നിങ്ങൾക്ക് സമൂഹം അംഗീകാരം നൽകുന്നുണ്ട്, ബഹുമാനം നൽകുന്നുണ്ട്, നിങ്ങൾക്ക് തൊഴിലുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, പലരുടെയും പരിഹാസം ഏറ്റുവാങ്ങുന്നു, ആൾക്കാർ കളിയാക്കുന്നു, പലരും പല പേരുകൾ വിളിക്കുന്നു. ആ സമയത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവില്ലേ? എൻ്റെ അച്ഛനും അമ്മേനെ സംബന്ധിച്ച് അവർക്ക് എന്നെ പറ്റി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും നശിക്കില്ല എന്നൊരു വിശ്വാസം. അതെന്തോ എനിക്കറിയില്ല, ഫാമിലിയിൽ മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാത്തൊരു വിശ്വാസമായിരുന്നു എനിക്ക് തന്നിരുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ചെയർ മാറ്റിയിടണം എങ്കിൽ എൻ്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. അവിടെ എന്നേക്കാൾ മുതിർന്ന ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, വലിയ കസിൻസുകളുണ്ട്. പക്ഷെ അവരുടെ ആരും അഭിപ്രായമല്ല എൻ്റെ വീട്ടിൽ. ഞാനാണ്. എൻ്റെ നാട്ടിൽ ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാൻ പോവുകയാണ്. എന്റെ നാട്ടിൽ ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാൻ പോവാണ്. അപ്പൊ എന്റെ സപ്പോർട്ട് അത്രത്തോളം എന്റെ നാട്ടിൽ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കാമല്ലോ. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷന് തീരുമാനിച്ചു. ഞാൻ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടാണ്. നാട്ടുകാരുടെ ഇപ്പോൾ എന്താ പറയുക, അവരുടെ നാട്ടുകാര് എന്റെ നാട്ടില് ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല അവർക്ക്, ഞാനൊരു ആണായിരുന്നോ അല്ലെങ്കിൽ പെണ്ണ് പോലത്തെ ഒരാണായിരുന്നോ എന്നുള്ളതല്ല. അവർ എൻ്റെ നാട്ടിൻ്റെ അഭിമാനമാണ് ഞാൻ ഇപ്പോൾ. അന്നും ഞാൻ പറഞ്ഞല്ലോ, നാണം എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്കറിയില്ല. ചെറുപ്പത്തിലാണെങ്കിലും എൻ്റെ നാട്ടിലൊരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. എന്തെടുത്തിടാൻ പെണ്ണുങ്ങളെ കൂട്ടാണ് നടക്കുന്നതെന്ന് പോലും അവിടെ ആരും ചർച്ച ചെയ്യില്ല. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവിടെ. ഈ ഇഷ്ടികക്കടത്തിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ദാരിദ്ര്യവും പട്ടിണിയും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഏത് രീതിയിലാണ് പെരുമാറിയത്? അവിടെ എനിക്ക് യാതൊരു തരത്തിലും എന്നെ ഇൻസൾട്ടിങ് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ഉദാഹരണം പറഞ്ഞാല്
പണ്ട് കാലത്ത് നിങ്ങൾക്കൊക്കെ ഒന്ന് സൂര്യൻ അസ്തമിച്ചിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ വേറെ കണ്ണോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലോ, അതിന് മാറ്റം വന്നിട്ടില്ലല്ലോ. അതിൽ മാറ്റമില്ല. അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ ഈ സെയിം ഫീൽഡിൽ ജീവിക്കുന്ന ഒരാളാണ്, ഗ്ലാമർ ലോകത്ത്. ഇതിലുള്ള ഒരാളുടെ അഫെയർ ആയിട്ട് എനിക്കുണ്ട് ഈ ഫീൽഡിൽ. പക്ഷേ ആ ഒരു അഫെയർനെസ് അറിയാവുന്ന വ്യക്തികൾ പോലും സമയം കിട്ടിയാൽ എന്നെ ഒന്ന് തോണ്ടാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമാ ഫീൽഡിൽ. പിന്നെ തീർച്ചയായിട്ടും. അതായത് സിനിമാ ഫീൽഡിലുള്ള ഒരാളുമായിട്ട് രഞ്ജുവിനൊരു പ്രണയമുണ്ട്. അതേ ഏത് ഫീൽഡിലുള്ള ജോലി ചെയ്യുന്ന ആളാണ്? അല്ല, സിനിമാ ഫീൽഡിൽ തന്നെയല്ലേ? സിനിമ ഫീൽഡ്. മേക്കപ്പിലാണോ? അല്ലല്ല, മേക്കപ്പ്. അഭിനയമാണോ? അഭിനയത്തിലാണ്. അഭിനയമുള്ള ആളാണ്. ഒരു ആർട്ടിസ്റ്റുമായിട്ട് രഞ്ജുവിന് പ്രണയമാണ്. പക്ഷെ ഇത് അറിയാവുന്ന കൂടെയുള്ള സെറ്റിലുള്ള ആൾക്കാർ തന്നെ രഞ്ജുവിനെ തോണ്ടും. അപ്പൊ എങ്ങനെ പ്രതികരിക്കാറ്? അല്ലല്ല, എന്നെ സംബന്ധിച്ച് വെട്ടൊന്ന് മുറിരണ്ട് പ്രതികരണമല്ല. ഞാൻ എവിടെയും കുറച്ച് സൈലന്റ് ആകും. പ്രതികരണങ്ങളുടെ റൂട്ട് എത്രത്തോളം പോകുന്നു എന്ന് വാച്ച് ചെയ്യും. അതിനുശേഷം ഞാൻ പ്രതികരിക്കുള്ളൂ. അതിഭീകരമായിട്ട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പലപ്പോഴും അതിഭീകരമായിട്ട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. കൈയുടെ ചൂടറിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്യാ? തൊഴിക്കുകയാണോ? തൊഴിക്കുമല്ല, ഞാൻ ഒരടിയുടെ പുറത്ത് 4 അടി ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. ഒരടി കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യില്ല. പട 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 ആയിരിക്കും കൊടുക്കുന്നത്. സിനിമയിലൊക്കെ അതിലൂടെ പഠിക്കും. പണ്ട് ജയനൊക്കെ അടിച്ച പോലെ. അല്ല, അങ്ങനെയാണ്. അതെന്തോ എനിക്കറിയില്ല അത് എവിടെ നിന്ന് വരുന്നു. അങ്ങനെ ഒരു 10, 50, 100 പേരെങ്കിലും ഈ അടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. അത് നമുക്കിപ്പോ ജോൺ പിട്ട സാർ, നമുക്ക് സംസാരിക്കാം. ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിലുള്ള എന്ത് കാര്യവും സംസാരിക്കാം. പക്ഷെ ആ ഡിസ്റ്റൻസ്, ആ നോട്ടം, കണ്ണിൽ അർത്ഥം, അത് മനസ്സിലാക്കണം. മനസ്സിലായോ? സാർ എന്നിലേക്ക് അടുക്കും തോറും സാറിന്റെ ക്യൂരിയോസിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ എനിക്ക് അതോടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പം അങ്ങനെ ഒരാളുടെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ടാണ് രഞ്ജു പ്രതികരിക്കുക. തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് എപ്പോഴാണ് അടിച്ചിട്ടുള്ളത്? അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു ക്യൂൻ ഓഫ് ദ്വയ 2007, അതിന്റെ ആ സംഘടനയുടെ ഫൗണ്ടറാണ് ഞാൻ, അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ, അതിലെ ബോർഡ് മെമ്പറാണ് ജാൻമണി, അതിലെ പ്രസിഡന്റ് ആണ് ശീതൽ ശ്യാം, സെക്രട്ടറി ആണ് സൂര്യ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഡിസ്ട്രിക്ട് കളക്ടറെ കാണണം, മേയറെ കാണണം, മിനിസ്റ്ററെ കാണണം, ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം എറണാകുളത്ത് പോകും. കാണിച്ചു തരാൻ വേണേല് എന്തായാലും നിങ്ങളുടെ ഷോയെ അങ്ങ് പ്രൊമോട്ട് ചെയ്യട്ടെ ഞാൻ അങ്ങോട്ട്. ഈ ഷോയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായി കൊണ്ടിരുന്ന രഞ്ജുവിനോട് ഒരാൾ അപമര്യാദയായി പെരുമാറിയപ്പോൾ ഒന്ന് പൊട്ടിച്ചു. ഒന്നല്ല, 1 മണിക്കൂർ TDM ഹാളിന്റെ ഫ്രണ്ടിൽ ഫുൾ ട്രാഫിക് ജാം ആയിരുന്നു. 1 അവർ. ഞങ്ങൾ 4-5 സുഹൃത്തുക്കൾ ഒരുമിച്ച് പോവുകയാണ്. കളക്ടറെ ക്ഷണിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ ചുമ്മാ നടന്നു പോയി. എൻ്റെ പുറകെ വന്ന ശീതള്, ദീപ്തി കല്യാണി, വനിതയുടെ കവർ പേജ് ഗേൾ, അവരെല്ലാരും കൂടി ബാക്കിൽ നടന്നു വരുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉച്ചരിച്ചു. ശീതൾ ചെന്നിട്ട് ചോദിച്ചു, എന്താ ചേട്ടാ സംസാരിച്ച്, എന്ത് വാക്കാണ് ചേട്ടൻ പറഞ്ഞത്? അപ്പൊ അയാൾ വളരെ റൂഡായിട്ട് സംസാരിക്കാൻ തുടങ്ങി. റൂഡായിട്ട് സംസാരിച്ച് വളരെ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടമായപ്പോഴത്തേക്ക് ഞാൻ ഇടപെട്ടു. വാണി വിശ്വനാഥ്. ഞാൻ ഇടപെട്ടു. ഞാൻ ചെന്ന് കാര്യമായിട്ട് ചോദിച്ചു, ചേട്ടാ ആ വാക്കിന്റെ അർത്ഥം അറിയാമോ? മേലിൽ അങ്ങനെ സംസാരിക്കരുത്. നേരെ മറിച്ച് ചേട്ടന്റെ ഒരു സഹോദരിയാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ ഇങ്ങനെ സംസാരിച്ച ചേട്ടന് സഹിക്കുവോ? അയാൾ വീണ്ടും എൻ്റെ അടുത്ത് അതേ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. സംസാരം രൂക്ഷമായി അയാൾ വീണ്ടും ആ വാക്കുകൾ തന്നെ ഉച്ചരിക്കുന്നു. കൊടുത്തു. 1 അല്ല 4 അടി പട കൊടുത്തു. പുള്ളി വീണു. പുള്ളി അവിടുന്ന് ഒരു വലിയൊരു കല്ലെടുത്തു എന്നെ തലക്കിടിക്കാനായിട്ട്. ഞാൻ ആ കല്ല് പിടിച്ചു വാങ്ങിച്ച് അവന്റെ കാലുമേലിട്ട് അടിച്ചു. അവൻ താഴെ വീണു. ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, സ്കൂട്ടറിന്റെ പുറത്തുകൂടി വീണു. അവിടെ അടി പൂരോന്ന് പറഞ്ഞ പോരാ, അവന് തിരിച്ചൊന്ന് തരാൻ പറ്റാത്ത തരത്തിൽ കൊടുത്തോണ്ടിരിക്കുവാണ് അടി. പ്രതികരിക്കാൻ ഒറ്റ. അത് ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആരും ഇവന് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. പോലീസ് വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചവര്, ഞങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ തിരക്കാണ്, വലിയൊരു തലവേദന എടുത്ത് തലവെച്ചിരിക്കും, കേസിലേക്ക് പോകുന്നില്ല. പബ്ലിക്കായിട്ട് അവൻ മാപ്പ് പറഞ്ഞു.
സ്റ്റോപ്പ് ചെയ്തു. അത് കിളിക്കം വന്ന് ഇത്രേ ചെയ്തുള്ളൂ. എന്നിട്ടാണ് അവര് കുറ്റം പറയുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്തില്ല. ജാൻമണി ഇത് രഞ്ജു 4 അടിയുടെ ആളാണ്. ജാൻമണിക്ക് ഉണ്ടായിട്ടുണ്ട് സിനിമയില്. എനിക്ക് സിനിമയില് ഈ രഞ്ജുവിനെ തൊണ്ടുന്ന പോലെ ആൾക്കാർ എനിക്ക് ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് എനർജി എനിക്ക് ഭയങ്കര പവറാണ്. എനിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ മഞ്ജു ചേച്ചിയുടെ കൂടെ വേട്ട ഷൂട്ടിങ് രാജേഷ് പിള്ളയുടെ സാരി ഇപ്പോൾ ഇല്ല, പക്ഷേ ഫോർട്ട് കൊച്ചിനിലേക്ക് ഷൂട്ടിംഗ് ഉണ്ടോ കൊച്ചിൻ ക്ലബിൽ. ഞാൻ ഒരു ആൾക്കാർ ഒരു 50+, പക്ഷെ എനിക്ക് കുറേ ടൈം സംസാരിക്കുന്ന വന്നത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാൻ നേരത്തെ കിഴവൻ ഡോർ അടിക്കുന്ന ടൈമിൽ കുറച്ച് സൗണ്ട് ആക്കിയിട്ട് അടിക്കും. പിന്നെ പോയില്ല ഞാൻ മുഖം കുറച്ച് വേറെ എക്സ്പ്രഷൻ തരാം. പക്ഷെ ആ പയ്യനക്ക് ആൾക്കാർക്ക് മനസ്സിലായില്ല പുള്ളിക്ക്. ഒരു ദിവസം ഞാൻ മോർണിംഗ് 4 o'clock അവിടെ പോയിട്ട് ഓൾറെഡി മോർണിംഗ് 4 o'clock അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ. പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഷോർട്ടിലേക്ക് ഉണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ആ പയ്യന് ബാക്കിലേക്ക് വന്ന് അത് എൻ്റെ അസിസ്റ്റന്റ് കണ്ടിട്ട് ജൻബ വാ പോവാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയില്ല ഷൂട്ടിംഗ് കൊണ്ട് തിരിച്ചു വന്ന് ആ ആൾക്കാരുടെ കൈ ഇവിടെ ഉണ്ടോ, മേ ബി ഹി വാണ്ട്സ് ടു ടച്ച് മൈ ക്ലോത്ത് അങ്ങനെ ഒരു ഇഷ്ട ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ പൊടിച്ചു കയ്യിലേക്ക്. ഞാൻ വിളിച്ച ചേട്ടാ എന്താ വേണം? അയ്യോ ഇതാ കോട്ടന് പോളിസ്റ്റർ നോക്കണം. ഞാൻ ഒറ്റ 2 അടിച്ച് ഞാൻ പറഞ്ഞ ഇപ്പൊ കാഞ്ചീപുരം 10 സാരി കിട്ടിയല്ലേ ചേട്ടാ, കോട്ടന് പോളിസ്റ്റർ വേണം എനിക്ക്. ഞാൻ പറഞ്ഞ ഞാൻ നോക്കിട്ട് തരാം ബാ പറഞ്ഞിട്ട് ഭയങ്കര അടിച്ചു മീൻസ് മഞ്ജു ചേച്ചി എല്ലാം ഷൂട്ടിംഗ് സ്റ്റോപ്പായി, എല്ലാം പോയി. ആരോ പിടിക്കാൻ പറ്റില്ല, പോലീസ് ഒരു 60-70 ഒറിജിനൽ പോലീസാണ്, അത് വിചാരിച്ച് ഷൂട്ടിംഗ് ആണ്. അങ്ങനെ നോക്കുന്നേ ഞാൻ ഇടിച്ചു മീൻസ് ആൾക്കാർ അങ്ങനെ അടിക്കുമല്ലേ, ഞാൻ അങ്ങനെ അടിച്ചു നെയിൽസിന്റെ കൂടെ. ആൾക്കാർ ഞാൻ സാൻഡലിന്റെ പിടിച്ച് ഞാൻ പറഞ്ഞേ ഓരോ കാലം പൊടിച്ചിട്ട് ഓരോ കാലം വലിച്ചിട്ട്. ഇദ്ദേഹം എന്ത് പറഞ്ഞു അപ്പം ഇത് കാണുമ്പോൾ ഈ വരുന്ന ആള്? നമസ്കാരം ബ്രിട്ട സർ, നമസ്കാരം ജാൻമണി. ജാൻമണി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സുഹൃത്താണ്. ഞാൻ ജാൻമണി ആദ്യമായി കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സമയത്താണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അന്ന് എൻ്റെ മുഖത്ത് ചായം തേച്ചത് ജാൻമണിയാണ്. ആ ഒരു ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ജാൻമണിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു ഓർമ്മ സാറിനോടും പ്രേക്ഷകരോടും പങ്കുവയ്ക്കാനുണ്ടാവും. ഇപ്പം തന്നെ പങ്കുവെച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ദിവസം അന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ജാൻമണിയാണ്. ജാൻമണി ഡിസൈൻ ചെയ്ത ഒരു മാരത്തോൺ ആ ഒരു സീക്വൻസിലൊരു ലുക്ക് ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലുക്കായിരുന്നു. അതിനുശേഷവും പല സിനിമകളിലും പല പരസ്യ ചിത്രങ്ങളിലും മറ്റ് ഫോട്ടോഷൂട്ടുകൾക്കുമൊക്കെ ഒരുപാട് നാൾ ഞാനും ജാൻമണിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് എല്ലാത്തിലും പോസിറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും പകർന്നു തന്നുകൊണ്ട് എല്ലാത്തിലും സന്തോഷവും നന്മയും നർമ്മവും കാണാൻ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജാൻമണി. എനിക്കറിയാം ജാൻമണിക്ക് ശ്രീദേവി എന്ന് പറയുന്ന ആ ഒരു വലിയ നടിയോട് എത്രമാത്രം ഇഷ്ടവും ആരാധനയുമുണ്ട് എന്നെനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കും ഒരു ഷൂട്ട് വന്നു, അതേസമയം ശ്രീദേവി മാഡത്തിൻ്റെ ഒരു വർക്കിന് വേണ്ടിയും ജാൻമണിയെ വിളിക്കുകയാണ്. ജാൻമണി ഇതിൽ ഏത് തിരഞ്ഞെടുത്തു? എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റൂ. നമസ്കാരം. ഇത് മഞ്ജു വാര്യർ സത്യമായിട്ട് ഞാൻ പറയാം. ആണോ? പക്ഷെ പണ്ട് അറിയില്ലായിരുന്നല്ലോ. അയ്യോ അങ്ങനെയല്ല, മഞ്ജു സുന്ദരി. പണ്ട് മഞ്ജുവിന് ജാൻമണി മേക്കപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചു. അയ്യോ ദൈവം എനിക്കറിയില്ല. ഞാൻ പുളിമ ചേച്ചി പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ഞാൻ അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒക്കെ പോയി. ഫോട്ടോഷൂട്ട് റിലീസായി എനിക്ക്, കാരണം ഞാൻ വന്ന് മാത്രം. അല്ലല്ല കുറച്ച് ഒരു 2 വർഷം കഴിഞ്ഞിട്ട്, കാരണം വന്നിട്ട് ഞാൻ ലിച്ചി മാമിന്റെ പേരേഷൻ സാറിന്റെ വൈഫിന്റെ മേക്കപ്പ് ചെയ്തു. പിന്നെ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം ഉറങ്ങി ആ ഫോട്ടോ മാഗസിൻ റിലീസായി സ്റ്റൈൽ. ഒരു ലേഡി വിളിച്ച് യു കെ നമ്പർ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച് അതെന്താണ് ഈ രാത്രി മോർണിംഗ് 4 o'clock വിളിച്ച് ചോദിച്ച് ആരെന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് അത് ജാൻമണിയാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു യെസ്, ഞാനൊരു കാര്യം പറഞ്ഞത്. യെസ് മാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച എൻ്റെ വർക്കിൻ്റെ
പിന്നെ പറഞ്ഞ മഞ്ജു വാര്യർ after 14 years he is coming, but I feel he is coming like after 2 days. Yeah. That's much beautiful and I hope you'll work. Then I told, yeah ma'am, and you, what's your age? ഞാൻ പറഞ്ഞ എനിക്ക് 23 ആണ്. Then you have to call me grandmother. She's like biggest fan of Manju ചേച്ചി. Then അതാ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, അയ്യോ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ പൂർണിമ ചേച്ചിക്ക് വിളിച്ച് മോർണിംഗ് 5 മണിക്ക് പുള്ളിച്ച് 2 മണിത്തവേ കാച്ചേന്ന്. പിന്നെ ഞാൻ ചോദിച്ചു, പൂർണിമ ചേച്ചി മഞ്ജു ചേച്ചി പഴയ മൂവി ചെയ്യുന്നു. പൂർണിമ ചേച്ചി പറഞ്ഞ്, നീ ഉറങ്ങിയിട്ടില്ല, എൻ്റെ ഉറങ്ങാൻ പോയി, എനിക്കറിയില്ല അത് ലേഡി സൂപ്പർ സ്റ്റാറാണ്. ഞാൻ പറഞ്ഞു, അയ്യോ പൂർണിമ ചേച്ചി പറഞ്ഞു, നീ എന്താ പറഞ്ഞ അതാ പറഞ്ഞ. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ആളെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു പിന്നെ ഞാൻ മഞ്ജു ചേച്ചിക്ക് വിളിച്ചിട്ട്, പക്ഷെ മഞ്ജു ചേച്ചിയുടെ പോലെ ആൾക്കാർ കിട്ടുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്ര സൈലന്റ്, എത്ര സ്നേഹം. ഞാൻ മഞ്ജു ചേച്ചിയുടെ ഫേസിലേക്ക് ഞാൻ കുറച്ച് ടൈം പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര കോമഡിയാണ്. ഞാൻ തിരുവനന്തപുരത്തിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് എത്തി ഒരു 3 മണിക്കൂറായി. മഞ്ജു ചേച്ചി പറഞ്ഞ് 8 o'clock വീട്ടിലേക്ക് എത്തണം മാത്രം മതി. ഞാൻ വിശ്വസിച്ച് ഒരേ മണിക്കൂർ ട്രാവലിംഗ് അല്ലേ, വീട്ടിലേക്ക് പോകണം. മഞ്ജു ചേച്ചിയുടെ അസിസ്റ്റന്റ് വരും, നമ്മളെ പോവാം പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എല്ലാം ഉറങ്ങി, ഞാനും ഉറങ്ങിപ്പോയി. ഒരു മഞ്ജു ചേച്ചി അസിസ്റ്റന്റ് വന്ന് ഒരു 5 മണിക്കൂർ വന്നിട്ട് ഞാൻ ഇപ്പോൾ ടൈം കൊണ്ട് ഉറങ്ങി കുളിച്ചു പറഞ്ഞിട്ട് ഉറങ്ങി. പയ്യന് സോഫയിലേക്ക് ഉറങ്ങി, ഞാൻ മേലേക്ക് പോയിട്ട് ഉറങ്ങിന്. 8 o'clock എത്തണം, 7:45 ആയി, ഉറങ്ങി നോക്കിയിട്ട്. പിന്നെ നമ്മൾ പോയി 9:30 മഞ്ജു ചേച്ചിക്ക് പോകണം, കല്യാണിൻ്റെ ഇനോഗ്രേഷൻ ആണ്. ഞാൻ എത്തി 9:25. മഞ്ജു ചേച്ചി ഒന്നും പറഞ്ഞില്ല, കുഴപ്പമില്ല ജാനു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്ക് കുറച്ച് ടച്ചപ്പ് മാത്രം മതി. 5 minutes ഞാൻ മേക്കപ്പ് ഹെയർ എല്ലാം കഴിഞ്ഞ് മഞ്ജു ചേച്ചി പോയി, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു, ജാനു ഉറങ്ങിപ്പോയല്ലേ. ഞാൻ പറഞ്ഞു, അതാ എനിക്കറിയും ഫസ്റ്റ് ടൈം അല്ലേ. അതാ മീൻസ് മഞ്ജു ചേച്ചിക്ക് ദേഷ്യം ഒന്നും പറയില്ല. അതാ ആ പോയി ടൈമില്ലേ വേറെ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി എനിക്ക് കൊല്ലുന്നു. പക്ഷെ മഞ്ജു ചേച്ചി അങ്ങനെ എത്ര, കാരണം ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നേ ആ ടൈമിൽ മഞ്ജു ചേച്ചി റെഡി ആവില്ലെങ്കിൽ അത് പ്രശ്നം. അതെൻ്റെ പ്രശ്നം എനിക്കറിയും, കാരണം ഞാൻ ഭയങ്കര ടയർഡ് ഉറങ്ങിപ്പോയി. കാരണം മഞ്ജു ചേച്ചി അങ്ങനെയാണ് ആ ടൈമിൽ ഭയങ്കര ഉറക്കഭ്രാന്തിയാണ്. അതാണ് ഹോബി. ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര ടൈമിൽ അതാണ് ഞാൻ ഇവളും തമ്മിൽ മെയിൻ അടി ഉണ്ടാക്കുന്ന കാര്യം. അതാണ് നമ്മളൊരു സമയം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവളെ വെയിറ്റ് ചെയ്ത്, ഇപ്പം ചിലപ്പോൾ ചില സ്ഥലത്ത് ഞങ്ങൾ 2 പേരും കൂടി ഇനാഗുറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും, ചിലപ്പോൾ 2 പേരും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് ക്ലാസ്സുകളുണ്ടാവും. അവിടെ എല്ലാം പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടൈം പഞ്ച്വാലിറ്റിയാണ്, ഭയങ്കര പേടിയാണ്. കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചമ്മലായി, എങ്ങനെ അവരുടെ മുമ്പിൽ പോകും. ഇവൾക്ക് അങ്ങനെയല്ല, ഇവൾ ആ സ്പോട്ടിലായിരിക്കും ഇവൾ റെഡിയാകാൻ തുടങ്ങി. എനിക്ക് അതാ പേടിയില്ല, ഞാൻ എപ്പോഴും എത്തും. പക്ഷെ ഞാൻ കറക്റ്റ് ടൈമിലേക്ക് ആർട്ടിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് അതാ റിമി ചേച്ചിക്ക് അറിയും. കാരണം ചോദ്യം വന്നിരിക്കുന്നു, ഒരേ സമയത്ത് ശ്രീദേവിയും മഞ്ജു വാര്യരുമാണ്. എനിക്ക് ഈ മലയാളം ഇൻഡസ്ട്രി മഞ്ജു ചേച്ചി ഉണ്ടെങ്കിൽ ലൈക്ക് വേറെ ആൾക്കാർ അത് എൻ്റെ ജോലിയാണ്. എനിക്ക് ഇഷ്ടം മീൻസ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം. ശ്രീദേവിക്ക് അറിയാവോ? ശ്രീദേവിക്ക് അറിയാം, കാരണം ശ്രീദേവിയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചു. പിന്നെ എനിക്ക് പറഞ്ഞ ബോംബെയിലേക്ക് വരൂ, അവര് വരട്ട് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യാം അങ്ങനെ. പക്ഷെ എനിക്ക് മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു വേറെ ഒരു റിലേഷൻ ഉണ്ടോ, അത് ഒരു ഇമോഷണൽ ടച്ച്. കാരണം അപ്പൊ ശ്രീദേവിയുടെ പടവും മഞ്ജുവിന്റെ പടവും ഒരുമിച്ച് വരുവാണെങ്കിൽ ശ്രീദേവിയുടെ അടുത്തേക്ക് പോകില്ല എന്നാണ് പറഞ്ഞു വരുന്നത്? പോയില്ല, അല്ല അത് അങ്ങനെ ചീറ്റിംഗ് ചെയ്യില്ല. മഞ്ജുവിനോട് പറയും, മഞ്ജു ചേച്ചിക്ക് പറയില്ല. ഞാൻ എന്റെ ഭാഗ്യത്തിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ശ്രീദേവിയുടെ മേക്കപ്പ് ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ മഞ്ജു ചേച്ചിക്ക് ചവിട്ടി പോയില്ലേ, അത് എന്റെ അത് പോയില്ല. ഉപേക്ഷിച്ച് പോകുന്ന പ്രശ്നമില്ല, അല്ല ലോയൽറ്റിയാണ്. കാരണം അത് എന്റെ പ്രൊഫഷൻ തന്നെ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലോയൽറ്റികളാണ് നമ്മുടെ സിനിമയിലും അല്ലെങ്കിൽ അനുബന്ധ വ്യവസായങ്ങളിൽ ഇല്ലാതെ പോകുന്നത്. തീർച്ചയായിട്ടും അല്ലേ രഞ്ജു? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സ്ഥായി ആയിട്ടുള്ള സ്നേഹമൊന്നും സിനിമയിൽ ഇല്ലാന്ന് ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ സ്ഥായിയായിട്ടുള്ള സ്നേഹമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്.
നമ്മളെ എന്താ പറയാ, നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ട് അതിനെ പഠിച്ച് അതിന് ഒരു സൊല്യൂഷൻ കാണാനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇവിടെ മെയിൽ ആക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് പാരയുള്ള വ്യവസായമാണ് സിനിമ എന്നൊക്കെ പറയുന്നത്. പാര ഇല്ലാത്തത് എവിടെയാ സാർ? പാര ഇല്ലാത്ത എവിടെ? ഒരു സ്കൂളിലില്ലേ? ഓ അങ്ങനെയാണ്. ഒരു സ്കൂളിൽ പാരയില്ലേ? വീട്ടില് പാരയില്ലേ? വീട്ടില് പാരയില്ലേ? സിനിമാ വ്യവസായത്തിൽ സവിശേഷമായിട്ടുള്ള ഒരു കൊതുകാൽ വെട്ട്, പാര, അങ്ങനെയുള്ള സംഭവം എല്ലായിടത്തും നിലനിന്ന് പോകുന്ന കാര്യങ്ങളെ സിനിമയിലും ഉള്ളൂ. ഈവൻ വീട്ടിൽ തന്നെ ആണെങ്കിലും അച്ഛനും അമ്മയും 4 കുട്ടികളും അടങ്ങുന്ന ആ ഒരു ഫാമിലിയിൽ തന്നെ ചെറിയ 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 പാരകൾ തുടങ്ങി. രഞ്ജുവിനെ ഈ സിനിമയിലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ബാധിക്കാറേയില്ല. ഞാൻ അതിനെപ്പറ്റി കെയർ ചെയ്യാറില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നോടൊപ്പം ഉണ്ട്. ഗ്രൂപ്പ് ഉണ്ട്. ഇവൻ ഇപ്പം മഞ്ജുവിന്റെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പം. അല്ല, ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു പദവി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഞാനൊരു മെയിലായിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു സ്ത്രീ ഉറങ്ങിക്കിടന്നിരുന്നു. ആ സ്ത്രീനെ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അതിന്റെ ഒരു പ്ലേസ്മെന്റ് ആണ് ഞാൻ നോക്കിക്കൊണ്ട് നടന്നത്. അപ്പൊ ഒരിക്കലും ഒരാണായി ജീവിച്ച ഒരാള് ഒരു പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കില്ല. ഞാൻ പെണ്ണാകുമ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന പുതിയ അവയവങ്ങൾ സ്ത്രീയുടേതാണ്. ദാറ്റ്സ് സ്ത്രീ അല്ലേ? രണ്ടാമത്തെ ഒരു ഭാഗമല്ലേ അത്? അതെങ്ങനെ മൂന്നാമതാകും? അപ്പം സ്ത്രീയായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് സമൂഹം അടിച്ചേൽപ്പിച്ച ഒരു പേരാണത് ട്രാൻസ്ജെൻഡർ. അല്ല, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. അതായത് പണ്ട് കാലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ആകുമ്പോൾ ഒരു തിക്താനുഭവങ്ങളുണ്ടാവും, അവഗണന ഉണ്ടാവും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആയപ്പോൾ കുറച്ചുകൂടെ പരിഗണന കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. മറ്റുള്ളവരെക്കാളും ഒരു സ്ത്രീക്കും പുരുഷനും കിട്ടുന്നേക്കാളും പരിഗണന കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, ഒരുപാട് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അത് കിട്ടുന്നുണ്ട്. സിനിമയിലേക്ക് ഒരു പക്ഷേ നിങ്ങൾ സിനിമയിൽ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. ബട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ. ഒരു ഡയറക്ടർ, ഇപ്പൊ എബ്രേഡ് ഷൈനെ പോലെ ഡയറക്ടർ, നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഡയറക്ടർ രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹത്തിൻ്റെയൊക്കെ മൂവിയിൽ സിനിമ ആക്ട് ചെയ്യുക എന്നുള്ളത് അംഗീകാരം ഉള്ളത് കൊണ്ടല്ലേ. ഹായ് രഞ്ജു, ഹായ് ജാൻമണി, വളരെ സന്തോഷമുണ്ട്. സോ ഗോഡ് ബ്ലെസ് യു. ഐ കൻ ആസ്ക് യു മെനി ട്രിക്കി ക്വസ്റ്റ്യൻസ്. പക്ഷേ ഞാൻ അതൊന്നും ചോദിക്കാൻ പോയില്ല. അത് നമ്മൾ രണ്ടാളുടെ ഇടയിൽ ഉള്ള മൂന്നാളുടെ ഇടയിലുള്ള ഒരു സീക്രറ്റ് അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ തന്നെ എപ്പോഴും ഹാവ് ഫൺ, എൻജോയ് യുവർ സെൽഫ്, ലവ് യുവർ പ്രൊഫഷൻ. ആൻഡ് രഞ്ജുവിൻ്റെ എല്ലാവിധ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്കറിയാം, ജാൻമണീൻ്റെയും. ജാൻമണി കുറച്ചൊരു മാഡ് ഗേൾ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രഞ്ജു, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. ആൻഡ് മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ബോത്ത് ഓഫ് യു ആക്ച്വലി. ജാൻമണി ഓൾസോ. ജാൻമണി ഈസ് എ ലിറ്റിൽ ഗേൾ. ഷീ ഈസ് എ മാഡ് ഗേൾ. I love her. ഏത് ഡ്രീമാണ് രഞ്ജുവിന്റെ സാർത്ഥകമാകട്ടെ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അറിയാലോ, അതൊക്കെ ചോദിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ്. ക്യൂൻ ഓഫ് ദോയ 2017 ഒരു ഡ്രീമാണ്. എൻ്റെ ജീവിതത്തിലെ ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലവ് ചെയ്യുന്ന ആളോടൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അപ്പോൾ തന്നെ ഞാൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് പുള്ളിയുടെ ഒരു സിറ്റുവേഷനും കൂടി ഞാൻ മനസ്സിലാക്കണം. ഞാനെന്ന് പറയുന്ന ഒരു ഭാഗം അതിലേക്ക് ചേർന്നാൽ പുള്ളിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന എന്തായിരിക്കും അതിനെക്കുറിച്ച്. പക്ഷേ പല ആൾക്കാർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. നോക്ക്, ഒരാൾ വരട്ടെ. രഞ്ജുമ ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തു, ഒരുപാട് സിനിമകൾ സെറ്റുകളിൽ പോകാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ രഞ്ജുമയുടെ നേട്ടങ്ങളിൽ ഒരുപാടുണ്ട്. പക്ഷേ ഈ നേട്ടങ്ങൾ ഉള്ളപ്പോഴും കൂടെ ഒരു ഇണയെ വേണ്ടേ? എന്ന് വെച്ചാൽ രഞ്ജുമയ്ക്കൊരു കൂട്ടായിട്ട് ഒരാൾ വേണ്ടേ? രഞ്ജുമയുടെ കല്യാണക്കാര്യം തന്നെ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. രഞ്ജുമയുടെ കല്യാണം, അതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സൂര്യയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു എന്താ പറയാ വലിയൊരു സന്ദർഭമാണ്. എന്റെ മനസ്സിൽ ആ ഡ്രീം ഉണ്ട്. ലുലു പോലത്തെ ഒരു കൺവെൻഷൻ സെന്റർ അല്ലെങ്കിൽ മാരിയറ്റ് പോലത്തെ ഒരു കൺവെൻഷൻ സെന്റർ, ഇവിടെ എല്ലാം രഞ്ജുവിനെ അണിയിച്ചൊരുക്കാൻ പോകുന്ന ജാൻമണിയായിരിക്കും. ഓഫ്
കോഴ്സ് ഇവ വേറെ ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊല്ലും ഇവള് കൊല്ലും. പക്ഷേ ഞാൻ ഫസ്റ്റ് എന്റെ മനസ്സിലുണ്ട് ഒരു ആസ് എ വുമൺ എന്നുള്ള നിലയിൽ ബ്രൈഡൽ ഡ്രസ് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്യണം കേട്ടോ. ഇപ്പം തന്നെ യു ഷുഡ് പ്ലാൻ. ആഗ്രഹങ്ങളുണ്ട് സാർ, ആഗ്രഹങ്ങളുണ്ട്. അത് ആഗ്രഹങ്ങൾ എങ്ങനെയാണ് അണിയിച്ചൊരുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതില്ല, അത് യു ഷുഡ് ലീവ് ഇറ്റ് ടു ഹർ. ഇവളെ വിളിക്കുന്ന ദീപിക എന്നാണ്, ഡ്യൂപ്ലിക്കേറ്റ്.